എന്തെങ്കിലും പ്രതികരിക്കും കുറച്ച് സമയം കൊണ്ട് നീക്കിയത് എന്തെങ്കിലും പ്രതികരിക്കും കുറച്ച് സമയം കൊണ്ട് നീക്കിയത് കുറച്ച് സമയം കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് ഷഹീൻ പറയുന്നത്. മാധ്യമങ്ങൾ പ്രതികരണം തേടിയ സമയത്ത് രാവിലെ പിതാവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർക്കൊപ്പം ആദ്യം തന്നെ സുപ്രീം കോടതിയിലേക്കുള്ള എല്ലാ നീക്കങ്ങളും ഷഹീൻ തന്നെയാണ് നിർവഹിച്ചിരുന്നത്. സിദ്ദിഖ് നിലവിൽ ഒളിവിലാണ്. ഏറ്റവും നിർണായകമായ ദിവസമാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം. സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുമോ എന്നുള്ളത്. ബി ബാലഗോപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലു, വിവരങ്ങൾ. മാധു, അല്പസമയം മുമ്പ് സിദ്ദിഖിന്റെ അഭിഭാഷക സംഘം ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നിരുന്നു. സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തക്കി, സിദ്ദിഖിന്റെ മകൻ, അതുപോലെ തന്നെ അഭിഭാഷകൻ ഫിലിപ്പ് വർഗീസ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ യോഗത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് സവിസ്തരം ഒരു ചർച്ച നടന്നിരുന്നു. അഥവാ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം ഈ സിദ്ദിഖിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ചോദിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക സംഘവും ഇന്ന് രാവിലെ അവരുടെ യോഗവും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫും പങ്കെടുത്തിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി, സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷരാജൻ ശങ്കർ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. സിദ്ദിഖിന്റെ കേസിൽ ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുവാൻ വേണ്ടി ഈ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഇതുവരെ എടുത്ത അതിജീവിതയുടെ മൊഴി, അതുപോലെ തന്നെ വിവിധ സാക്ഷിമൊഴികൾ, അതായത് ഹോട്ടൽ ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള മസ്കറ്റ് ഹോട്ടലിലെ ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള മൊഴികൾ എന്നിവ കോടതിയുടെ ശ്രദ്ധയിൽ ഈ അഭിഭാഷക സംഘം ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷക ഐശ്വര്യ ഭട്ടി ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് സാധ്യത. ഈ സിദ്ദിഖിന് ഏതെങ്കിലും കാരണവശാൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ വാദം. സിദ്ദിഖ് ഈ ഫേസ്ബുക്കിലൂടെ സിദ്ദിഖിന്റെ കേസിലെ അതിജീവിത ഫേസ്ബുക്കിലൂടെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളും പിന്നീട് പോലീസിന് നൽകിയ പരാതിയിലും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ ഈ വാദം തെറ്റാണ് എന്നാണ് സംസ്ഥാന പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞതെന്നും അന്വേഷണ സംഘം കോടതിയിൽ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വാദപ്രതിവാദങ്ങൾക്കായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിലെ 12ാം നമ്പർ കോടതി ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്ന 62ാമത്തെ കേസാണ് ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. ഏതാണ്ട് ഉച്ചയോടുകൂടി, അതായത് ഈ 62 എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ബെഞ്ച് പരിഗണിക്കുന്ന അവസാനത്തെ കേസുകളിൽ ഒന്നായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. 64ാമത്തെ കേസായിട്ടാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തുന്നത്. സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് രാവിലെ തന്നെ അഭിഭാഷകരോടൊപ്പം സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയം കാത്തിരിക്കൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖ് ഒളിവിലാണ്. ഇത്രയും ദിവസമായിട്ടും സിദ്ദിഖ് എവിടെയാണ് എന്ന് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ശക്തമായ വാദഗതികളുമായി സർക്കാരും മുകുൾ റോത്തക്കി അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് സിദ്ദിഖും വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്, ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.